കോഴിക്കോട് പുതിയ പാലം ചുള്ളിയിലാണ് ഇന്ന് ഒരു അങ്കണവാടി കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് പാളികൾ അടർന്നു വീണത്. ഉഷസ് എന്ന പേരിലുള്ള അങ്കണവാടിയാണ്. 12 വർഷം മുൻപ് പണിതതാണ് ഈ അങ്കണവാടി. ഇന്ന് രാവിലെ 9:30 ഇവിടുത്തെ അധ്യാപകർ അങ്കണവാടി തുറക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. അങ്കണവാടി തുറന്ന് ഉള്ളിലേക്ക് കയറിയ സമയത്താണ് ഇതിന്റെ കോൺക്രീറ്റ് പാളികളൊക്കെ നിലത്തേക്ക് അടർന്നു വീണതായിട്ട് കാണപ്പെടുന്നത്. കുറച്ച് അടർന്നു വീണെടുക്കുന്നുണ്ട് സീലിംഗ്. ഇന്നലാണ് അത് രാത്രി ഒരു വിള്ളൽ പോലെ ഉള്ളായിരുന്നു. ഞങ്ങൾ നേരത്തെ തുറക്കല്ല, കുട്ടികൾ 10 മണിയാകും ഏകദേശം എത്താൻ. ഒരു 15 വിദ്യാർത്ഥികളെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് പഠനം നടത്തി വരുന്ന ഒരു അങ്കണവാടിയാണ്. ഈ കുട്ടികളൊക്കെ ഇരിക്കുന്നതിന്റെ തൊട്ടു മുകളിലത്തെ ഭാഗം, ഈ ഭാഗമാണ് താഴേക്ക് പതിച്ചത്, അടർന്നു വീണത്. ഒരു വലിയ അപകടം ഒഴിവായി എന്ന് തന്നെ വേണം പറയാൻ. കാരണം ആ സമയത്ത് കുട്ടികളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. 12-13 വർഷമായിട്ടുള്ള ഒരു പഴക്കമുള്ളൂ ഈ കെട്ടിടത്തിന്. ഈ പ്രദേശത്തുള്ള വീടുകൾ 25-30 വർഷമായിട്ടുള്ള വീടുകളാണ്. ഇതുപോലൊരു അവസ്ഥ ഒരു വീടിനും കാണാൻ പറ്റില്ല. അത്രയും ഒരു ശോചനീയ അവസ്ഥയിലാണ് ഇപ്പൊ ഈ കെട്ടിടം നിൽക്കുന്നത്. കുട്ടികളൊക്കെ ഉള്ള സമയമാണെങ്കിൽ അതൊരു വലിയ അപകടത്തിലേക്ക് പോകുമായിരുന്നു. ഭയങ്കര പ്രശ്നമായിരുന്നു. വെള്ളത്തിച്ചിട്ട് ഇപ്പൊ ഒന്നും സംഭവിച്ചിട്ടില്ല. ഭാഗ്യം കൊണ്ട് കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയുകയും ചെയ്യാം. എന്റെ മോളടക്കം ഇവിടെ പഠിച്ചതാണ്. ഈ പല അമ്മമാരും പരാതി കൊടുത്തിട്ട് ഇവിടെ ഇപ്പം വന്നത് 2 മാസമായിട്ടുള്ള ടീച്ചർ, അതുകൂടാതെ അതിന് മുന്നേ വന്ന ടീച്ചർമാർ പരാതി കൊടുത്ത്, അതിന്റെ മുന്നുള്ള ടീച്ചർമാർ പരാതി കൊടുത്ത് തിരിഞ്ഞ് അതിനെ പറ്റിയിട്ട് ഒരു നടപടി പോലും എടുക്കാൻ നമ്മളെ കോഴിക്കോട് കോർപ്പറേഷൻ നോക്കിയിട്ടില്ല. കാണുന്നത് അധ്യാപിക ഇരിക്കുന്ന കസേരയാണ്. ആ കസേരയിലടക്കം ഈ കസേരയിലേക്കടക്കം കോൺക്രീറ്റ് പാളി അടർന്നു വീണിരിക്കുന്നു. വലിയ കഷ്ണങ്ങളായി തന്നെ താഴേക്ക് പതിച്ചിരിക്കുന്നതാണ് അവസ്ഥ. ഇവിടെ ഈ കുട്ടികൾ ഇരിക്കുന്ന ചെറിയ കസേരകൾ കാണാം. ആ കസേരകളിലേക്കൊക്കെ ഇതുപോലെ തന്നെ കോൺക്രീറ്റ് പാളികൾ അടർന്നു വീണു. ഇത്രയും പെട്ടെന്ന് വേഗം ശരിയായി കിട്ടണം. ഇത്രയും മക്കൾ, ഈ ചുറ്റുവട്ടത്തുള്ള മക്കളും പഠിക്കുന്ന കുട്ടികളാണ് ഇവിടെ. അധികൃതരൊക്കെ വേണ്ട രീതിയിലുള്ള ഇടപെടൽ നടത്തി വേണ്ട മെയിൻ്റനൻസ് പ്രവർത്തികൾ നടത്തിയാൽ മാത്രമേ വീണ്ടും തുടർന്ന് ഇവിടെ കുട്ടികൾക്ക് പഠിക്കാൻ ധൈര്യത്തോടു കൂടി ഇരിക്കാൻ കഴിയുകയുമുള്ളൂ. ഷിജിൻ നരിപ്പറ്റയ്ക്കൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.